കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ചൂടേറിയ പോളിംഗ് വിശേഷങ്ങളും അതിന് പിന്നാലെ വോട്ടിംഗ് യന്ത്രങ്ങളുടെ സുരക്ഷയെ ചൊല്ലി ഉയരുന്ന രാഷ്ട്രീയ തർക്കങ്ങളുമാണ് ഇപ്പോൾ ചർച്ചാ വിഷയം. ഏപ്രിൽ 9 നടന്ന വോട്ടെടുപ്പിൽ കേരളം പോളിംഗ് ബൂത്തുകളിലേക്ക് ഒഴുകിയെത്തുന്ന കാഴ്ച കേരളം കണ്ടു. പ്രാഥമിക കണക്കുകൾ പ്രകാരം 78.21% പോളിംഗ് സംസ്ഥാനത്ത് രേഖപ്പെടുത്തിയിട്ടുണ്ട്. വടക്കൻ കേരളത്തിൽ പ്രത്യേകിച്ച് കോഴിക്കോട് ജില്ലയിലും പാലക്കാടും പോളിംഗ് 80% കടന്നു കുതിച്ചത് രാഷ്ട്രീയ പാർട്ടികളെ ഒരുപോലെ അമ്പരപ്പിക്കുകയും ആവേശം കൊള്ളിക്കുകയും ചെയ്യുന്നുണ്ട്. ഈ ഉയർന്ന പോളിംഗ് ആർക്ക് അനുകൂലമാകും എന്ന ചർച്ചകൾ ഇതിനോടകം തന്നെ സജീവമായി കഴിഞ്ഞു. ഭരണ തുടർച്ചയുണ്ടാകുമോ അതോ ഭരണം മാറുമോ എന്നറിയാൻ ഇനി മെയ് 4 വരെ കാത്തിരിക്കണം. എന്നാൽ പോളിംഗ് കഴിഞ്ഞ യന്ത്രങ്ങൾ സ്ട്രോങ് റൂമുകളിലേക്ക് മാറ്റിയതോടെ മറ്റു രാഷ്ട്രീയ പോരാട്ടത്തിന് കളമൊരുങ്ങുകയാണ്. വോട്ടിംഗ് യന്ത്രങ്ങളുടെ വിശ്വാസ്യതയിൽ ആശങ്ക പ്രകടിപ്പിച്ച് കോൺഗ്രസ് രംഗത്തേക്ക് വന്നിരിക്കുന്നു. വോട്ടെണ്ണൽ ദിവസം വരെ സ്ട്രോങ് റൂമുകളിൽ കാവൽ നിൽക്കാൻ പ്രവർത്തകരെ ചുമതലപ്പെടുത്തിയിരിക്കുകയാണ് പാർട്ടി നേതൃത്വം. കോഴിക്കോട് നോർത്ത് മണ്ഡലത്തിൽ നിന്നുമാണ് ഈ നീക്കത്തിന്റെ തുടക്കം. വോട്ടിംഗ് യന്ത്രങ്ങളിൽ അട്ടിമറി നടക്കാൻ സാധ്യതയുണ്ട് എന്ന സംശയമാണ് ഇത്തരമൊരു കാവൽ ഏർപ്പെടുത്താൻ കോൺഗ്രസിനെ പ്രേരിപ്പിച്ചത്. സ്ഥാനാർത്ഥികളുടെ സാന്നിധ്യത്തിൽ മാത്രമേ യന്ത്രങ്ങൾ സ്ട്രോങ് റൂമിലേക്ക് മാറ്റാവൂ എന്നും സ്ട്രോങ് റൂമിന് 4 വശവും CCTV നിരീക്ഷണം വേണമെന്നും കോൺഗ്രസ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. ഈ CCTV ദൃശ്യങ്ങൾ സ്ഥാനാർത്ഥികൾക്കും ഏജന്റുമാർക്കും തത്സമയം കാണാനുള്ള സൗകര്യം ഒരുക്കണമെന്നാണ് റിട്ടേണിംഗ് ഓഫീസർമാർക്ക് നൽകിയ കത്തിലെ പ്രധാന ആവശ്യം. മുൻപ് കർണാടക നിയമസഭാ തെരഞ്ഞെടുപ്പിലും കോൺഗ്രസ് സമാനമായ രീതിയിൽ വോട്ടിംഗ് യന്ത്രങ്ങൾക്ക് കാവൽ ഏർപ്പെടുത്തിയിരുന്നു. അത് കേരളത്തിലും നടപ്പാക്കുന്നതിലൂടെ വോട്ടെണ്ണൽ കൃത്യമായി ഉറപ്പുവരുത്തുകയാണ് ലക്ഷ്യം. വോട്ടെണ്ണൽ നടക്കാൻ ഇനിയും ആഴ്ചകൾ ബാക്കിയുള്ളത് കൊണ്ട് തന്നെ സ്ട്രോങ് റൂമുകളിലേക്ക് തമ്പടിച്ചിരിക്കാനാണ് പ്രവർത്തകർ ലഭിച്ചിരിക്കുന്ന നിർദ്ദേശം. വോട്ടർമാരുടെ വിധി സുരക്ഷിതമാണ് എന്ന് ഉറപ്പാക്കാൻ രാത്രിയും പകലും കാവൽ തുടരുവാനാണ് തീരുമാനം. ഓർക്കണം, കോഴിക്കോടും പാലക്കാടും ഒക്കെയാണ് ഉയർന്ന പോളിംഗുകൾ, അതായത് ഇഞ്ചോടിഞ്ച് പോരാട്ടം നടന്ന ഇടങ്ങൾ. അതും ഷാഫി പറമ്പിൽ നേരിട്ട് മേൽനോട്ടം വഹിച്ച ഇടങ്ങൾ. വോട്ടെടുപ്പിന് തലേ ദിവസം പോലും BJP കളിച്ച നാടകവും പണം വാരിയെറിഞ്ഞതും ഒക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് തന്നെ മറ്റൊരു ഉത്തരേന്ത്യ ആക്കി കേരളത്തെ മാറ്റുവാൻ കോൺഗ്രസ് ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് കോൺഗ്രസ് നേതാക്കൾ അടുത്ത 25 ദിവസവും കാവൽ ഏർപ്പെടുത്താൻ ഉദ്ദേശിച്ചത്. അതേസമയം പോളിംഗ് ദിനത്തിൽ സംസ്ഥാനത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ സംഘർഷങ്ങൾ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കണ്ണൂരിൽ പലയിടത്തും രാഷ്ട്രീയ സംഘർഷങ്ങൾ ഉടലെടുക്കുകയും ഒരു CPM പ്രവർത്തകന് കുത്തേൽക്കുകയും ചെയ്തു. ഇത് വടക്കൻ കേരളത്തിലെ രാഷ്ട്രീയ അന്തരീക്ഷത്തെ കൂടുതൽ വഷളാക്കിയിട്ടുണ്ട്. പാലക്കാട് മണ്ഡലത്തിൽ BJP വോട്ടർമാരെ സ്വാധീനിക്കാൻ പണം വിതരണം ചെയ്തു എന്നാരോപിച്ച UDF രംഗത്തെത്തിയതും വലിയ വിവാദമായിരിക്കുകയാണ്. ശോഭാ സുരേന്ദ്രന്റെ സാന്നിധ്യത്തിൽ പണം നൽകിയെന്ന ആരോപണത്തിൽ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ അന്വേഷണം നടത്തിവരികയാണ്. കൂടാതെ ആലപ്പുഴയിൽ വോട്ടിംഗ് ഡ്യൂട്ടിയിലുണ്ടായിരുന്ന ഉദ്യോഗസ്ഥർക്ക് പോസ്റ്റൽ ബാലറ്റ് ലഭിച്ചില്ല എന്ന പരാതിയെ തുടർന്ന് ഉദ്യോഗസ്ഥർ തന്നെ പ്രതിഷേധവുമായി രംഗത്തെത്തിയതും ശ്രദ്ധേയമായി. പുതിയ വോട്ടർമാരുടെ വലിയ പങ്കാളിത്തവും ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ പ്രത്യേകതയായിരുന്നു. പോളിംഗ് ശതമാനം ഉയർന്നത് തങ്ങൾക്ക് അനുകൂലമാക്കും എന്നാണ് LDF ഉം UDF ഉം ഒരുപോലെ അവകാശപ്പെട്ടത്. ഗ്രാമീണ മേഖലയിൽ വലിയ രീതിയിലുള്ള വോട്ടിംഗ് രേഖപ്പെടുത്തിയത് ഭരണവിരുദ്ധ തരംഗമാണോ അതോ സർക്കാരിന്റെ ക്ഷേമ പ്രവർത്തനങ്ങൾക്കുള്ള അംഗീകാരമാണോ എന്ന് വരും ദിവസങ്ങളിലെ വിലയിരുത്തലുകളിൽ വ്യക്തമാകും. NDA മുന്നണി തവണ നിർണായക സീറ്റുകളിൽ അട്ടിമറി വിജയം പ്രതീക്ഷിക്കുന്നുണ്ട്. വോട്ടെടുപ്പ് പൂർത്തിയായതോടെ ഇനി രാഷ്ട്രീയ കേരളത്തിന്റെ കണ്ണ് സ്ട്രോങ് റൂമുകളിലേക്കാണ്. സുരക്ഷാ സന്നാഹങ്ങളും രാഷ്ട്രീയ പാർട്ടികളുടെ ജാഗ്രതയും കൂടി ചേരുമ്പോൾ മെയ് 4 വോട്ടെണ്ണൽ ഏറെ നിർണായകമാകും. വോട്ടിംഗ് യന്ത്രങ്ങൾ എത്രത്തോളം സുരക്ഷിതമായിരിക്കും എന്ന ചോദ്യത്തിന് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകുന്ന ഉറപ്പുകളിൽ വിശ്വാസം അർപ്പിക്കുമ്പോഴും സ്വന്തം നിലയിലുള്ള ജാഗ്രത കൈവിടാൻ രാഷ്ട്രീയ പാർട്ടികൾ തയ്യാറല്ല. വരും ദിവസങ്ങളിൽ സ്ട്രോങ് റൂമുകളിലേക്ക് മുന്നിലെ ഈ രാഷ്ട്രീയ കാവൽ വലിയ വാർത്തകൾക്കും ചർച്ചകൾക്കും വഴിമാറും എന്ന് ഉറപ്പാണ്.